മകരവിളക്ക് ദർശനത്തിന് ഒരുങ്ങുകയാണ് സന്നിധാനം. ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സന്നിധാനം. നാളെ വൈകിട്ട് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. സന്നിധാനത്ത് ഇന്ന് ബിംബ ശുദ്ധിക്രിയകളൊക്കെയാണ് നടക്കുന്നത്. നാളെ പുലർച്ചെ 2:46 മകരസംക്രമ പൂജ നടക്കുക. അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണവുമായുള്ള ഘോഷയാത്ര ഇന്ന് സത്രത്തിൽ എത്തിച്ചേരും. മകരവിളക്ക് ദർശനത്തിനായി 1.5 ലക്ഷത്തോളം ഭക്തർ സന്നിധാനത്തും പരിസരത്തുമായി എത്തും എന്നാണ് നിലവിലെ കണക്കുകൂട്ടലെല്ലാം. സന്നിധാനത്ത് നിന്ന് അശ്വജിത്ത് ചേരുന്നുണ്ട് നമുക്കൊപ്പം. അശ്വജിത്ത്, ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് മകരവിളക്ക് ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിൽ തിരക്കുകളുണ്ടോ? എന്തൊക്കെയാണ് കൂടുതൽ വിശേഷങ്ങൾ സന്നിധാനത്ത് നിന്ന് പങ്കുവയ്ക്കാനുള്ളത്? ഗുഡ് മോർണിംഗ് സേതു. ഞാൻ സന്നിധാനത്ത് തന്നെയാണ്. ആ കാണുന്ന പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയാൻ ഇനി ഒരു ദിവസത്തിന്റെ കാത്തിരിപ്പ് മാത്രം. കോടിക്കണക്കിന് ഭക്തർ അവിടെ ദിവ്യജ്യോതി തെളിയുന്നതും കാത്തിരിക്കുകയാണ്. ഇന്ന് ഈ സുപ്രഭാതം കഴിഞ്ഞാൽ, ഇന്നത്തെ പ്രഭാതം കഴിഞ്ഞ് നാളെ ആ ദിവ്യജ്യോതി പ്രഭാതത്തിലേക്കുള്ള കാത്തിരിപ്പാണ് ഭക്തർ. ഇന്ന് സന്നിധാനത്ത് രാവിലെ അങ്ങനെ കാര്യമായ തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഒരു താരതമ്യേന ഒരു കുറഞ്ഞ തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. ഏതായാലും കഴിഞ്ഞ 2-3 ദിവസങ്ങളിലൊക്കെയായി ഇവിടെ എത്തിയ ഭക്തർ സന്നിധാനത്ത് തന്നെ തമ്പടിച്ചിട്ടുണ്ട്. മകരജ്യോതി കണ്ട് മലയിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ചെറിയ താവളങ്ങൾ അടിച്ച് സന്നിധാനത്ത് തന്നെ തമ്പടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സന്നിധാനവും പരിസരവും ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മകരജ്യോതി ദർശനത്തിന്റെ പുണ്യം തേടി എത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തരെ കൊണ്ട് സന്നിധാനവും പരിസരവും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. സ്വാമി എവിടെ നിന്നാണ്? പാലക്കാട് നിന്നാണ്. ഇനി മകരജ്യോതി കണ്ടാണ് മടങ്ങുന്നുള്ളൂ? മകരജ്യോതി കണ്ടേ മടങ്ങുന്നുള്ളൂ? അതെ, രാമസ്വാമി പേര്. മകരജ്യോതി കണ്ടേ മടങ്ങുന്നുള്ളൂ? ഹരിപ്രസാദ് ഫ്രം. ഇത് സന്തോഷം അല്ലെ സാഹിബിനെ കാണാൻ പറ്റിയത്? സ്വാമി എവിടെ നിന്നാണ്? ബാംഗ്ലൂർ. മകരജ്യോതി കാണാൻ വന്നതാണ്. ഹാപ്പി, ഫീലിംഗ് ഹാപ്പി? ഇത്തരത്തിൽ നിരവധി ഭക്തരാണ് മകരജ്യോതി ദർശനത്തിന് മാത്രമായി ഇന്ന് മല കയറിയിട്ടുള്ളത്. ഇവരൊക്കെ ഇവിടെ തങ്ങി നാളെ മകരജ്യോതി കണ്ടു മാത്രമേ മടങ്ങുകയുള്ളൂ. ഏതായാലും സന്നിധാനത്ത് മകരജ്യോതി ദിവസത്തോട് അടുക്കുമ്പോൾ, അല്ലെങ്കിൽ സന്നിധാനം ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു, ഒരു പോസിറ്റീവ് വൈബിലേക്ക് പോകുന്നു. ഇത്തരത്തിൽ ഒരു ലക്ഷക്കണക്കിന് ഭക്തർ, ഏതാണ്ട് 1.5 ലക്ഷത്തോളം ഭക്തർ ഒത്തുചേരുന്ന ഒരു ദിവസം, എല്ലാവരുടെയും കണ്ണും മനസ്സും പൊന്നമ്പലമേട്ടിലേക്ക് മാത്രമായി ഒതുക്കി വെച്ചിരിക്കുന്ന നിമിഷം, അത് സന്നിധാനത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അനുഭവം തന്നെയാണ് സേതു. ശരി.